ഈ സാമ്രാജ്യത്വ ആ ഒരു ആരോപണം അങ്ങേര് തെമ്മാടി രാഷ്ട്രം എന്നാണ് വിളിച്ചത് അമേരിക്കയെ. ആരെങ്കിലും തെമ്മാടി രാഷ്ട്രത്തിൽ നാണവും മാനമുള്ള ഒരു തെമ്മാടി എന്ന് വിളിച്ചിട്ട് പിന്നെ അവൻ്റെ വീട്ടിൽ കയറി ചെല്ലുക. എനിക്ക് ചികിത്സ വേണ്ട, എനിക്ക് പിണറായി വിജയൻ എത്ര വയസ്സായി? 78 79 ആയി. ഇനിയിപ്പോൾ ചത്തുപോകുന്നത് പോട്ടെ, എന്നാലും മാനക്കേടിന് ഞാനില്ല. മാനമാണല്ലോ മനുഷ്യന് വലുത്. മരണത്തേക്കാൾ ഭയാനകമാണ് മാനനഷ്ടം. അത് വിചാരിച്ചെങ്കിലും പോകാതിരിക്കണ്ടേ? ഞാൻ ഐ എം ടെലിങ്, ഇത് കാണുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ടാകും. ഈ പറഞ്ഞ അസുഖം ഇനി അത് എവിടെയാണെങ്കിലും എന്താണെങ്കിലും അതിന് ഇന്ത്യയിലില്ലാത്ത ചികിത്സയില്ല. എവറിത്തിങ് ഈസ് മാനേജബിൾ ഇൻ ഇന്ത്യ. എവറി ട്രീറ്റ്മെൻറ്റ് ഈസ് അവൈലബിൾ. മാത്രമല്ല അമേരിക്ക പോലെയല്ല, ഇന്ത്യയിൽ ആയുർവേദമുണ്ട്, യുനാനി ഉണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, എവറിത്തിങ്. ഇതേ പിണറായി വിജയനും കൂട്ടരും സർക്കാർ നടത്തുന്ന ഹോമിയോപ്പതി ആശുപത്രികളുണ്ട്, എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. അപ്പം അതെല്ലാം ചേർത്തിട്ടാണ് ഇവർ നമ്പർ 1 ആയിരിക്കുന്നത്. പക്ഷേ അതിനെല്ലാം തള്ളിപ്പറഞ്ഞിട്ടാണ് ഈ ആശാൻ പോയിരിക്കുന്നത്. പണ്ടൊരിക്കലും കെ കരുണാകരൻ അമേരിക്കയിൽ പോയപ്പോൾ ഇവരുടെ പ്രതികരണം കരുണാകരനെതിരെ വളരെ മോശമായിരുന്നു. ആര് പോയി കഴിഞ്ഞാലും അവർ ചീത്ത പറയും, അവർ പോയാൽ ആരും ചീത്ത പറയാൻ പാടില്ല. ഇതാണ് അവരുടെ ന്യായം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ കുറ്റം, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ അത് മഹത്തായ കർമ്മം. എനിക്ക് ഇതേ ന്യായം മുഖ്യമന്ത്രി ഒന്ന് പറഞ്ഞു കേട്ടാൽ മതി. കാശുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പൊക്കോട്ടെ, പാവങ്ങൾ ഗവൺമെൻറ് ആശുപത്രിയിൽ, ഇങ്ങനെയൊക്കെ മുഖ്യമന്ത്രി പറയട്ടെ എന്ന്. ഈ ന്യായീകരണ തൊഴിലാളികൾ ഇറങ്ങിയിട്ട് ഇത് പണി ചെയ്യുന്നതിന് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് കഷ്ടമാണ് ഇതൊക്കെ. വെൻ സംതിങ് ഈസ് റോങ് യു സേ ഇറ്റ് ഈസ് റോങ്, ദാറ്റ് ഈസ് ഓൾ. ഈ കേരളത്തിൻ്റെ ഈ ആരോഗ്യ മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വെച്ചിട്ടാണോ? സംശയം എന്താ? കേരളത്തിലെ ആശുപത്രികളുടെ എണ്ണം എടുത്ത് നോക്ക്, 90% പ്രൈവറ്റ് ആശുപത്രികളാണ്, 10% ഉള്ളൂ ഗവൺമെൻറ് ആശുപത്രികൾ. ഈ മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞ് പേരിട്ട് കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജ് ആകുമോ? ആവില്ലല്ലോ. എല്ലാ ജില്ലയിലും ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലുണ്ട്. എന്താ അതിൻ്റെ അർത്ഥം? സർവ്വ സൗകര്യങ്ങളും ഉണ്ടെന്നോ? ഒന്നുമല്ല. മെഡിക്കൽ കോളേജിനോട് അറ്റാച്ച് ചെയ്തുള്ള ഹോസ്പിറ്റൽ, ഇതാണ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അല്ല, അവിടെ വേറെ യാതൊരു സ്പെഷ്യാലിറ്റി ഇല്ല. ഇപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജുണ്ട്. ആലപ്പുഴ മെഡിക്കൽ കോളേജ് നേരത്തെ എവിടെയായിരുന്നു? സിറ്റിക്കുള്ളിൽ. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രി സിറ്റിക്കുള്ളിൽ, കോളേജ് വണ്ടാനത്ത്. ഏകദേശം 5-8 കിലോമീറ്റർ ദൂരം ആശുപത്രിയും കോളേജും തമ്മിൽ. അത് ശരിയല്ല എന്ന് പറഞ്ഞ് മെഡിക്കൽ കൗൺസിലൊക്കെ ബഹളം വെച്ച് കഴിഞ്ഞപ്പോൾ വണ്ടാനത്ത് ആശുപത്രി തുടങ്ങി. അതിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജായി. ഈ സിറ്റിയിലുണ്ടായിരുന്ന ആശുപത്രിയെ ആലപ്പുഴ ജനറൽ ആശുപത്രി എന്ന് നാമകരണം ചെയ്തു. ഇപ്പോഴും ആലപ്പുഴയിലും എറണാകുളത്തുള്ളവരും കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാറുണ്ട്. കാരണം കോട്ടയം മെഡിക്കൽ കോളേജാണ് ഒരു സ്റ്റാൻഡേർഡ് എല്ലാ സൗകര്യങ്ങളുമുള്ള മെഡിക്കൽ കോളേജ് ആശുപത്രി എന്നുള്ള സങ്കല്പം ജനങ്ങളുടെ ഇടയ്ക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എറണാകുളത്തു നിന്നും ആലപ്പുഴയ്ക്ക് നിന്ന് എനിക്ക് എത്രയോ കേസുകൾ അറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോക്കുമെന്ന് പറയും. എസ്പെഷ്യലി ന്യൂറോ പ്രശ്നങ്ങളൊക്കെ കോട്ടയത്താണ് അതിൻ്റെ സെൻറ്റർ. അപ്പോൾ ഒറിജിനലി എല്ലാ സൗകര്യങ്ങളും ഉള്ള മെഡിക്കൽ കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രികളുണ്ട്. അതല്ലാതെ വെറുതെ മെഡിക്കൽ കോളേജുണ്ട്, അതിൻ്റെ കൂടെ ഒരു ആശുപത്രിയും വെച്ചിരിക്കുന്നു. ആ ആശുപത്രിക്ക് ചില ചിട്ടകളൊക്കെ മെഡിക്കൽ കൗൺസിൽ പറഞ്ഞിട്ടുണ്ട്. മിനിമം 300 ബെഡ് വേണം, അങ്ങനെ വേണം, ഇങ്ങനെയാണ്. ഇതൊക്കെ ഇങ്ങനെ അങ്ങ് മാനേജ് ചെയ്ത് കൊണ്ടുപോവാണ് ഇവർ.